ഓക്കെ, നമുക്ക് തുടങ്ങാം. സോറി, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. ഗൂഗിൾ സെർച്ച് കൺസോളിന്റെ യൂസ് നമുക്ക് മനസ്സിലായി, നമുക്ക് പല കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെയുള്ള 2-3 പ്രധാനപ്പെട്ട ടേംസുകളാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് സൈറ്റ് ലിങ്ക് കാണുന്നതെന്ന് മനസ്സിലായി. എന്താണ് സൈറ്റ് മാപ്പ്? അതാണ് ഞാൻ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പേജ് എക്സ്പീരിയൻസ് ഇൻസൈറ്റ് ഉണ്ട്. ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് സൈറ്റിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളത് കേട്ടോ. അതേപോലെ ഇമ്പോർട്ടൻ്റ് നമുക്ക് പെർഫോമൻസ് റിപ്പോർട്ട് നിങ്ങൾ ഇന്നലെ ഓൾറെഡി കണ്ടതാണ്. അതുപോലെ URL ഇൻസ്പെക്ഷൻ ടൂൾ ഞാൻ കാണിച്ചു തരും. കവറേജ് റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എൻഹാൻസ്മെന്റ് റിപ്പോർട്ട്, ലിങ്ക് റിപ്പോർട്ട് ഞാൻ ഓൾറെഡി കാണിച്ചാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഞാൻ നിങ്ങൾ ഇന്നലെ കാണിച്ചു തന്നതാണ്. സെർച്ച് അപ്പിയറൻസ് നിങ്ങൾ ഓൾറെഡി ഇന്നലെ കണ്ടതാണ്, എത്ര ക്ലിക്ക് കിട്ടി എങ്ങനെയാണെന്നുള്ളത്. ടോട്ടൽ ക്ലിക്ക്, ഇംപ്രഷൻ, ആവറേജ് CTR, ആവറേജ് പൊസിഷൻ ഒക്കെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. URL ഇൻസ്പെക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻഡെക്സിങ് എന്താ നിങ്ങൾക്കറിയാം, എത്ര പേജ് ഇൻഡെക്സ് ചെയ്തു അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. അത് നിങ്ങൾ എഴുതിയെടുക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഡെവലപ്പേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടാസ്ക് ആണ് കോർ വെബ് വൈറ്റൽസ്. ഇത് എഴുതിയെടുക്കുക, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കോർ വെബ് വൈറ്റൽസ്. കോർ വെബ് വൈറ്റൽസ് അതിലുള്ള ഒന്നാമത്താണ് ലാർജസ്റ്റ് കോണ്ടന്റ്ഫുൾ പേജ് എന്ന് പറയും. അതേപോലെ ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ, ക്യുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റ്. ഈ 3 പോയിന്റ് എഴുതാം. അതേപോലെ ഇത് എഴുതണം കേട്ടോ, ഈ പോയിന്റുകൾ എഴുതണം. ലോഡിംഗ്, LCP എന്ന് ഉദ്ദേശിക്കുന്നത് ലോഡിംഗ്, ഇന്ററാക്ടിവിറ്റി, വിഷ്വൽ സ്റ്റെബിലിറ്റി. ഇത് എഴുതണം കേട്ടോ. LCP എന്ന് ഉദ്ദേശിക്കുന്നത് ലോഡിംഗ്, ഇത് ഇന്ററാക്ടിവിറ്റി, വിഷ്വൽ സ്റ്റെബിലിറ്റി. എഴുതിയാ? എഴുതിയെന്ന് പറയാം. ഗുഡ്. ഇത് എഴുതണോട്ടെ. LCP യുടെ മുകളിൽ ലോഡിംഗ്, അത് എഴുതണം. ഫസ്റ്റ് ഇൻപുട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണേ. അതായത് കോർ വെബ് വൈറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് പെർഫോമൻസ് മെട്രിക്സ് ആണ്. വെബ്സൈറ്റ് പെർഫോമൻസ് ഉദ്ദേശിക്കുന്നുണ്ട് സൈറ്റിന്റെ സ്പീഡ്, അതേപോലെ സൈറ്റിൽ ചെയ്യുന്ന പല സൈറ്റിന്റെ സ്പീഡ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളല്ല, വെബ്സൈറ്റ് ഡെവലപ്പറിന്റെ കൺട്രോളാണ്. സൈറ്റിന് നല്ല സ്പീഡ് ഉണ്ടാവണം. ഇന്ററാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളോട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസ്, എന്തെങ്കിലും ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസ്, ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് വെക്കണേ? യൂസർ എക്സ്പീരിയൻസ് കൂട്ടാനാണ്. ലോഡിംഗ് സ്പീഡ്, ഇന്ററാക്ടിവിറ്റി, വിഷ്വൽ സ്റ്റെബിലിറ്റി. വിഷ്വൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടാ, നിങ്ങൾ ചില സൈറ്റ് കണ്ടിട്ടില്ല, ചില സൈറ്റ് നമ്മുടെ ബ്രൗസർ ചെറുതാക്കുമ്പോൾ സൈറ്റ് ലേഔട്ട് പോണു, അങ്ങനെയൊന്നും അതാണ് വിഷ്വൽ സ്റ്റെബിലിറ്റി. ദീസ് metrics are essential for SEO. ക്ലിയർ? ഇത് നമുക്ക് ചെക്ക് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം.
ക്ലിയർ? ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ SEO അത് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? ഇല്ല. എവരിബഡി ഈസ് ക്ലിയർ? വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം നമ്മൾ ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യണമെന്നല്ലേ? നോട്ട് ചെയ്യണം. ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനത് കാണിച്ചു തരാം എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന്. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പറിന്റെ അടുത്ത് പറയണം. അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പ്രാക്ടിക്കലി. ക്ലിയർ? ഇനി ലാർജസ്റ്റ് കോണ്ടന്റ്ഫുൾ പേജ് LCP ഉണ്ടോ? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെഷർ ദ ലോഡിംഗ് പെർഫോമൻസ് by tracking the time taken for the largest visible content element to load, image or block. അതായത് നമ്മുടെ സൈറ്റിന്റെ ലോഡിംഗ് സ്പീഡാണോ നോക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് a good LCP score is 2.5 seconds or less. നമ്മുടെ സൈറ്റിന്റെ ലോഡിംഗ് സ്പീഡ് 2.5 സെക്കൻഡ് or less. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ സൈറ്റിന്റെ സ്പീഡ് എത്രയാണോ ചെക്ക് ചെയ്യാനുള്ള ടൂൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സ്ലോ LCP lead can lead to poor user experience, higher bounce rate. എന്താണ് ബൗൺസ് റേറ്റ് എന്ന് അറിയാമോ? എന്താണ് ബൗൺസ് റേറ്റ്? ആർക്കെങ്കിലും അറിയോ? എന്താണ് ബൗൺസ് റേറ്റ്? ആ ടേം എഴുതി വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ ടേം എഴുതാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ടേമാണ് ബൗൺസ് റേറ്റ്. ബൗൺസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരാൾ വന്നു, വിത്തൗട്ട് ടേക്കിംഗ് എനി ആക്ഷൻ ആൾ വെബ്സൈറ്റിൽ നിന്ന് ലീവായി. എന്തുകൊണ്ടായിരിക്കും അവർ ലീവായത്? ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സൈറ്റ് ടു സ്ലോ ആയിരിക്കും, ലോഡ് ഉണ്ടാവില്ല, പുള്ളി അപ്പം തന്നെ പോയി. ചിലപ്പോൾ പുള്ളി ഉദ്ദേശിച്ച ഇൻഫോർമേഷൻസ് ഉണ്ടാവില്ല, പുള്ളി അപ്പം തന്നെ പോയി. ചിലപ്പോൾ സൈറ്റ് ഭംഗി ഉണ്ടാവില്ല, പുള്ളി അപ്പം തന്നെ പോയി. അതാണ് ബൗൺസ് റേറ്റ്. ക്ലിയർ ആയോ? ഇല്ല. ക്ലിയർ ആയി. ബൗൺസ് റേറ്റ് കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലത്? ബൗൺസ് റേറ്റ് കുറയും. എന്താണ് LCP എന്ന് മനസ്സിലായോ? മനസ്സിലായി. അടുത്തതാണ് ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ, FID. Measures interactivity by tracking the time with a user first interaction, clicking a button, browser response. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ സൈറ്റിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു എൻക്വയറി ഫോം ഉണ്ടാവും, സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസ്. ക്ലിയർ? A good FID score is less than 100 milliseconds. High FID can frustrate users and reduce engagement. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. പ്രാക്ടിക്കലി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയോ? ഇല്ല. ക്ലിയർ ആയി. Cumulative layout shift tracks the visual stability by measuring unexpected layout shift during page loading. ചില പേജ് നിങ്ങൾ ലോഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ചില സൈറ്റിൽ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഭംഗിയിൽ ലേഔട്ട് ഇങ്ങനെ ലോഡാവും. ചിലത് അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ലേഔട്ട് ഒക്കെ തെറ്റി ആയിട്ട് അതിന് അവസാനമായിട്ട് ഭംഗിയിലാവും. ക്ലിയർ ആയോ? ഇതൊന്നും നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല, ഇതെല്ലാം ഡെവലപ്പേഴ്സിന്റെ കയ്യിലുള്ളതാണ്. അപ്പൊ ഈ ഡെവലപ്പേഴ്സ് ആരാ? വെബ്സൈറ്റ് ഉണ്ടാക്കുന്നവര്. FID ഒന്ന് കാണിക്കോ? FID ഒന്ന് കാണിക്കോ? കുറച്ച് മേളിലോട്ട്. അപ്പൊ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കില്ല? നിങ്ങൾ നല്ല ചോദ്യം.
നിങ്ങളിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ ചിലപ്പോ ഇനി നിങ്ങൾക്ക് വേർഡ് പ്രസ് ഒക്കെ വെച്ച് വേണമെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാം. ആ ആ സൈറ്റ് ഒരു പ്രൊഫഷണൽ സൈറ്റ്, ഇപ്പൊ എന്റെ ഒരു സൈറ്റ് എടുത്ത് ഇന്റർണൽ ഇലിസ്ട്രേറ്റിംഗ്, ആ സൈറ്റ് നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റില്ല. എനിക്ക് പോലും പറ്റില്ല. അത് അതിന്റെ ഒരു എക്സ്പെർട്ടിനെ പറ്റൂ. അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. HTML, ജാവാസ്ക്രിപ്റ്റ്, CSS, ഡേറ്റാബേസ് പ്രോഗ്രാമിംഗ്, അതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അറിയണം. ഇനിയിപ്പോ ഒരാൾ ഡെവലപ്പർ ചെയ്തിട്ട് ഞമ്മക്ക് ഞമ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പഠിക്കണ്ടോ? അതുമ്മയുള്ള കറക്ഷൻസ് നമ്മൾ പഠിക്കണം. കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് പഠിക്കാം. ചെയ്യില് മൊത്തം പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, അതൊക്കെ പഠിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനത്തെ സൈറ്റുകളെ പറയുന്നതാണ് CMS എന്ന് പറയും. CMS വെബ്സൈറ്റ് എന്ന് പറയും. അതിനെ പറയുന്നത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. അത് വലിയൊരു ടോപ്പിക്. അതൊന്നും നിങ്ങൾ പഠിച്ച് എങ്ങും എത്തിച്ചേരില്ല. CMS എന്ന് പറയും. എൻ്റെ കരിയറിന്റെ തുടക്കം CMS വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകും. ഈ കോഴ്സ് തന്നെ ഞാൻ 4 months എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറെ കൂടി നിങ്ങൾ എന്റെ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എക്സ്പെർട്ട് ആകാനാണ്. നിങ്ങളൊരു കമ്പനി എടുക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എക്സ്പെർട്ട് ആവാനാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബിൽ ചെയ്യിക്കാനാണ്. നമുക്കൊരു വെബ് എന്ന് പറഞ്ഞാൽ പലതരം ജോബുകളുണ്ട്. ഒരു വെബ് എന്ന് പറഞ്ഞാൽ അതിൽ പലതരം ജോബുകളുണ്ട്. അതിലുള്ള ഒരു ജോബാണ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക. അത് വലിയൊരു ജോബാണ്. വേറൊരു ജോബാണ് ഡിസൈനിങ് ചെയ്യുക. ബാനറുകളൊക്കെ ഡിസൈൻ ചെയ്യുക. അത് വേറൊരു ജോബാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുക, വലിയൊരു ടാസ്ക്കാണ് അത്. കണ്ടന്റ് റൈറ്റ് ചെയ്യുക, വലിയൊരു ടാസ്ക്കാണ്. ക്ലിയർ ആയ? പലതരം ടാസ്കുകൾ ഉണ്ട് ഇതിൽ. അപ്പോ ഡിജിറ്റൽ മാർക്കറ്റർക്ക് ഇതിലുള്ള എല്ലാത്തിനെയും കുറിച്ച് ചെറുതായിട്ടൊരു നോളജ് വേണം. പക്ഷെ എല്ലാം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ റോള് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങളുടെ റോൾ എന്താ? അവരൊരു ബ്യൂട്ടിഫുൾ സൈറ്റ് ഉണ്ടാക്കുന്നു, ആ സൈറ്റിലേക്ക് ട്രാഫിക്കിനെ കൊണ്ടുവരുന്നു. ഒരു ഡിസൈനറെ കൊണ്ട് നല്ലൊരു ബാനർ ഉണ്ടാക്കുന്നു, ആ ബാനർ ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. ക്വാളിറ്റി എൻക്വയറി ജനറേറ്റ് ചെയ്യണു. ഇങ്ങനത്തെ കുറെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ ഉണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അതുകൊണ്ടാണ് പറഞ്ഞേ, ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്, വലിയൊരു സെഷനാണ്. ഭയങ്കര കൺഫ്യൂഷൻ ആക്കുന്ന അത് ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരോടും ഒരു വീഡിയോ തുടക്കം കാണാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും തുടക്കം പറഞ്ഞത് ഇതൊരു മാർക്കറ്റിംഗ് ആണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ വെബ്സൈറ്റിന്റെ പുറകെ പോവും. ഇങ്ങനെ പോയാൽ നിങ്ങൾ ഒരിക്കലും കരിയറിൽ നിങ്ങൾ വിജയിക്കില്ല. ഞാൻ ഡെവലപ്പർ ആയിരുന്നു. 3 വർഷം ഞാൻ പക്ക ഡെവലപ്പർ ആയിരുന്നു മുംബൈയിൽ. എൻ്റെ ജോലി വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുക, കൊമേഴ്സ് സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുക, പേയ്മെന്റ് ഗേറ്റ് വേ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഡേറ്റാബേസ് ചെയ്യുക, HTML ചെയ്യുക. എനിക്ക് വെബിനെ കുറിച്ച് നല്ല നോളജ് ഉള്ള ഒരാളാണ്. ഫോർച്ചുനേറ്റ്ലി എൻ്റെ നോളജ് എന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് ഡെപ്തിൽ പോകാൻ ഹെൽപ്പ് ചെയ്തു. ക്ലിയർ ആയി? വെബിനെ കുറിച്ച് എനിക്ക് വെരി വെരി ഗുഡ് നോളജ്. സെർവറിനെ കുറിച്ച് നോളജ് ഉണ്ട്. എല്ലാത്തിനെയും കുറിച്ച് എനിക്ക് വളരെ നോളജ് ഉണ്ട്. ഞാൻ അത്ര നോളജ് ഉണ്ടായിട്ടും ഞാൻ എന്തിൽ ഫോക്കസ് ചെയ്തു? ഡിജിറ്റൽ കാരണം ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കിതെല്ലാം അറിയാം. വെബ്സൈറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, കൊമേഴ്സ് സൈറ്റ് ഉണ്ടാക്കാൻ അറിയാം, ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ആളാണ്. എന്നിട്ടും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടുവാനും പറ്റിയത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ മെയിൻ കോൺസെൻട്രേഷൻ മാർക്കറ്റിംഗിലായിരിക്കണം. കാരണം യു ആർ നോട്ട് എ വെബ് ഡെവലപ്പർ, യു ആർ നോട്ട് എ ഡിസൈനർ, യു ആർ നോട്ട് എ എഡിറ്റർ, യു ആർ നോട്ട് എ കോണ്ടന്റ് റൈറ്റർ. നിങ്ങൾ ഇവരൊക്കെ യൂസ് ചെയ്യാൻ മിടുക്കരായിരിക്കണം. നിങ്ങൾ എൻ്റെ പല ബാനറുകളും കാണാറുണ്ടോ?
കാണാറുണ്ട്. ഇത് ആര് ചെയ്തത്? ഞാൻ ചെയ്തതല്ല. അവർക്ക് എന്താ പറയാ, ഇതൊക്കെ മൊത്തം പഠിച്ചിരിക്കണവർക്ക്. മൊത്തം അവനാണ് പറയുന്നത് വെബ് മാസ്റ്റർ. മാസ്റ്റർ. മനസ്സിലായോ? വെബിന്റെ എല്ലാം അറിയാം. ഞങ്ങൾക്ക് പണി SEO ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾ SEO ചെയ്യണു, ഗൂഗിൾ ആഡ് ചെയ്യണു, അത് തന്നെ കുറെ ഉണ്ട്. അതന്നെ. SEO തന്നെ കുറെ ഉണ്ട്. SEO നിങ്ങൾ നല്ല സ്കില്ലുള്ള SEO ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലക്ഷം രൂപ സാലറി കിട്ടും. ക്ലിയർ? അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. ഫോക്കസ്. ഗൂഗിൾ ആഡ്സ് 1 വർഷം, നിങ്ങൾ 2 വർഷം പഠിച്ചാലും തീരില്ല. വെരി ബിഗ് ടോപ്പിക് ആണ് ഗൂഗിൾ ആഡ്സ്. സോഷ്യൽ മീഡിയ, റീലുകൾ ഉണ്ടാക്കുക, വീഡിയോ, അത് വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അൾട്ടിമേറ്റ്. അതുകൊണ്ടല്ല ഞാൻ ഡെവലപ്പറായിട്ട് ആ ഫീൽഡ് വിട്ടതിലേക്ക് വരാമെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പക്ക ഡെവലപ്പർ ആയിരുന്നു. അപ്പൊ എനിക്ക് അതാണ് ആ ജേണി. അവിടെ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാൻ പോണ വീഡിയോയിൽ ഞാൻ അതാണ് ക്ലിയർ ആയിട്ട് പറയണില്ല. ഇതൊരു മാർക്കറ്റിംഗ്, ഇതൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എല്ലാവരുടെ അടുത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ എക്സ്പെർട്ടിന്റെ അടുത്ത് പഠിക്കുക. ഇവിടെ മിക്ക സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്ന 6 മാസം പോലും എക്സ്പീരിയൻസ് ഇല്ല. അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതൊരു താളത്തിൽ അങ്ങോട്ട് പോവാണ്. ഞാൻ ജെന്യുവിൻലി പറയുന്നത്. എന്റെ ഓഫീസിൽ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കില്ല. ആ കുട്ടി ജീവിതത്തിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടില്ല, 1 രൂപയുടെ ആഡ് ചെയ്തിട്ടില്ല, ഒരു ക്ലയന്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. എന്റെ ഓഫീസിലെ ട്രെയിനർ ആയിരുന്നു. ഈ കുട്ടിയുടെ ക്ലാസ് ആ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് അറിയില്ല ഏതാ ശരി ഏതാ തെറ്റുന്നത്. ക്ലിയർ? ആ കുട്ടികൾക്ക് അറിയില്ല ഏതാ ശരി തെറ്റ് ഏതാന്ന് അറിയില്ല. ആ കുട്ടി പറയണത് കേട്ടു പോണു. വേറെ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് അതിനെ അറിയുന്നത്. അതുകൊണ്ടാണ് എക്സ്പെർട്ടുകളുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറയുന്നത്. ഞാൻ അതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യണം. നിങ്ങൾ ക്യാമ്പസിന്റെ ഇത് കണ്ടിട്ടല്ല പോകണ്ടേ. ക്യാമ്പസിന്റെ ഭംഗി കണ്ടിട്ട് പോകരുത്. റീലുകൾ കണ്ടു പോകരുത്. ആരാണ് പഠിപ്പിക്കുന്നത്, ഏതാണ് ടോപ്പിക്സ്, പ്രാക്ടിക്കൽ ആണോ, ഈ 3 കാര്യമാണ് നോക്കേണ്ടതെന്ന് ഞാൻ എല്ലാ പിള്ളേരോടും പറയും. എന്നാലാണ് നിങ്ങൾക്ക് കരിയറിൽ പഠിക്കുക എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റ് ആണ്. പഠിച്ചത് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റ് ആണ്. ചെയ്യുന്നതിൽ സക്സസ് ആവുക എന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റ് ആണ്. നിങ്ങളുടെ കരിയറിന് അടുത്ത ലെവലിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് വേറൊരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് എല്ലാവരും വിജയിക്കാത്തത്. കുറച്ച് പേര് മാത്രം വിജയിക്കുന്നു. കുറെ പേര് പഠിക്കുന്നു, കുറച്ച് ജോലി ചെയ്യുന്നു, ചിലർ ജോലിക്ക് കയറും, കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇപ്പൊ എൻ്റെ എക്സാമ്പിൾ പറയാം. എൻ്റെ മെന്റർ ഉണ്ട്. ഞാൻ ബോംബെ ചെന്നപ്പോൾ എന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ച ആളുണ്ട്. എൻ്റെ മെന്റർ. ഇന്ന് പുള്ളിക്ക് ജോബില്ല. എൻ്റെ മെന്ററാണ്. ഞാൻ പുള്ളിയുടെ അടുത്ത് പഠിപ്പിച്ചു. പുള്ളിയുടെ അടുത്താണ് പഠിച്ചത് എല്ലാ കാര്യം. പുള്ളിയുടെ അടുത്താണ് എല്ലാം പഠിച്ചത്. പുള്ളിക്ക് ജോബിലെന്ന്. കാരണം പുള്ളി അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെ ചെയ്യാൻ നോക്കി, അത് കഴിയുമ്പോൾ വേറെ ചെയ്യാൻ നോക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് പുള്ളിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. ഐഡന്റിറ്റി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് പേഴ്സണൽ ബ്രാൻഡ്, ആ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് എടുക്കുന്നതാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. പേഴ്സണൽ ബ്രാൻഡിങ്, ഫോക്കസ്, സെയിൽസ്, ഇതൊക്കെ കൂടി ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സിലബസ് അങ്ങനെ നിങ്ങൾക്ക് ഞാൻ സെയിൽസിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. സെയിൽസിന്റെ ക്ലാസ് എടുക്കും. അതൊക്കെ സെയിൽസ് വെരി ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ മാർക്കറ്റിംഗ്, സെയിൽസ് ഒക്കെ ഡിജിറ്റൽ വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ്, സെയിൽസ് ആണ് നമ്മൾ ബേസിക്കലി പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സൽ, പവർ ബി, ഇതൊക്കെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ടേംസുകളാണ്. നിങ്ങൾ ഞാൻ ഡെവലപ്മെന്റ് എന്ന് പോകുന്നത്. കാരണം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. ഞാൻ നിങ്ങളെ HTML പഠിപ്പിച്ചു. HTMLന്റെ ബുക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ. ഞാൻ എൻ്റെ ടെക്നിക്കൽ ബുക്കുകളിൽ ഏറ്റവും വലിയ ബുക്ക് ഞാൻ കണ്ടെത്തുന്നത് HTML. ഇത്ര ഉള്ള ബുക്കാണ് HTMLന്റെ. ഇത് നിങ്ങൾ 10 വർഷം പഠിച്ചാൽ തീരില്ല. പക്ഷെ അതല്ല നമ്മൾ വി ആർ നോട്ട് എ ഡെവലപ്പർ. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടില്ല ചില ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. അപ്പൊ അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകില്ല. അത് വേറൊരു വലിയൊരു മേഖലയാണ്. ഇനി നിങ്ങൾക്ക് ബോറടിക്കണ്ടോ? ഇല്ല ഇല്ല. ഇല്ല സർ. ആർക്കെങ്കിലും ബോറടിക്കണ്ടോ? ഇല്ല ഇല്ല. ഞാൻ പറയുന്നത് മീനിങ് ഫുൾ ആയിട്ട് തോന്നണ്ടോ? ആ. ഏ
ഉണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ടോപ്പിക്കിലേക്ക് വരാനാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെരി വെരി എൻ്റെ അത്രയ്ക്ക് മേഖലയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. ഞാനിപ്പോൾ ബുക്ക് വരെ എഴുതാൻ പോകുന്നതാണ്, പ്രോസസ്സിലാണ്. അപ്പൊ അതുമാത്രം എക്സ്പീരിയൻസ് ഞാൻ പ്രൊജക്ട് ചെയ്യുകയും ഇതിൽ ഫോക്കസ്ഡ് ആണ് ഞാൻ. ഇപ്പോഴും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് വരെ എനിക്ക് അപ്ഡേറ്റഡ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. റീലുകൾ ഉണ്ടാക്കുന്നു, വീഡിയോസുകൾ ഉണ്ടാക്കും. ഞാനതിൽ ഇപ്പോഴും എനിക്കറിയാം അതിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ്, കാലത്തിനനുസരിച്ച് ഇങ്ങനെ ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്ന. ഞാൻ ഫോക്കസ്ഡ് ആണ്. നിങ്ങളും ഫോക്കസ് ചെയ്യുക. ഇനി നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് വെച്ചാൽ ആ വെബ്സൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെബ്സൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്റെ വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ പൈസ ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കുന്ന എന്റെ സൈറ്റ്. അത് പണ്ട് ഉണ്ടാക്കിയത്, ഞാനിപ്പോൾ പുതിയത് ഉണ്ടാക്കാൻ പോകണം. അടുത്ത വീണ്ടും ലക്ഷങ്ങൾ മുടക്കണം. വെബ്സൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ വെബ്സൈറ്റ് ചെയ്യിപ്പി അത് നിങ്ങൾ എക്സ്പീരിയൻസിൽ നിന്നാണ് അതിലേക്ക് എത്തുന്നത്. ഞാനിപ്പോ സംസാരിക്കുന്നത് 20 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ്. നിങ്ങൾക്ക് 20 ദിവസത്തെ എക്സ്പീരിയൻസ് വരില്ല. ക്ലിയർ? ആ സീ ദ ഗ്യാപ്പ്. 20 വർഷം ഞാൻ ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവണില്ല, ഇതിൽ നിന്ന് മാറുന്നില്ല. ഇതിന്റെ അടുത്തടുത്ത വെർഷനിലേക്ക് പോകായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ UK പോയി വീണ്ടും പഠിച്ച് അപ്ഡേറ്റഡ് ആണ്. പിള്ളേരുടെ കൂടെ പഠിച്ച് ഇപ്പോഴും അപ്ഡേഷൻ എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇത്ര ദിവസമായിട്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം, ഗോൾ വേണം. ഇതാണ് എൻ്റെ ഗോൾ. അവിടെ നിന്ന് വിട്ടു പോകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചലഞ്ചസുകൾ ഉണ്ടാകും, പ്രോബ്ലംസ്, അവിടെ നിന്ന് വിട്ടു പോകരുത്. അവിടെ നിന്ന് നോളജ് ആഡ് ചെയ്യുക. എനിക്ക് ലിങ്ക്ഡിനിൽ 20,000 കണക്ഷൻസ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. എനിക്ക് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 1700 റിവ്യൂ ഉണ്ട്. ഞാനിത് ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തി. ഞാനിതൊക്കെ നിർത്തി വേറെ ബിസിനസ് തുടങ്ങി നോക്കിയേ, എൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. വേറെ അല്ലെങ്കിൽ സീറോകൾ തുടങ്ങണം. ഞാൻ അത് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ലിങ്ക്ഡിനിൽ 20,000. ഞാൻ ഇപ്പോഴും ലിങ്ക്ഡിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഒരാൾക്ക് കാണുമ്പോൾ പറയാൻ കൊള്ളാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആരോട് ചോദിച്ചത് വെബ്സൈറ്റിനെ കുറിച്ച്? ആരാ ചോദിച്ചേ? ഹലോ, ശ്രുതിയാണോ ചോദിച്ചത് സൈറ്റിനെ കുറിച്ച്? അല്ല അല്ല സർ, ഫാത്തിമ ആയിരുന്നു ചോദിച്ചത്. ഫാത്തിമ എവിടെ പോയി? പോയോ? ശ്രുതിക്ക് ക്ലിയർ ആയോ? ആയി സർ. ഗുഡ്, നടക്കട്ടെ. ഇത് മനസ്സിലായോ? ഫസ്റ്റ് ഇൻപുട്ട് ഞാൻ കാണിച്ചു തരാം. ക്യുമുലേറ്റീവ് അത് ഞാൻ പറഞ്ഞു. റാങ്കിങ്സ്, അതായത് എഫക്ട്സ് ഓഫ് കോർ വൈറ്റൽസ് ഓൺ ക്യുമുലേറ്റീവ് നോട്ട് ചെയ്യാൻ പറ്റില്ല സർ. എഴുതിക്കോ, നോട്ട് ചെയ്യും. ഈ സ്കോർ എങ്ങനെ കിട്ടുക? CLS സ്കോർ ഞാൻ കാണിച്ചു തരാം. ആ. നമ്മുടെ സൈറ്റ് സ്പീഡ് ആയിരിക്കും, അത് ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് തന്നെ കാണിച്ചു തരാം. ഇത് ക്ലിയർ ആയല്ലോ? എഫക്ട്, അതായത് റാങ്കിങ്ങിൽ നമ്മുടെ കോർ വെബ് വൈറ്റൽസ് ആർ എ റാങ്കിങ് ഫാക്ടർ. സോ ബെറ്റർ സ്കോർസ് ക്യാൻ ബൂസ്റ്റ് സെർച്ച് വിസിബിലിറ്റി. മനസ്സിലായോ? നമുക്ക് ഇതിലൊക്കെ നല്ല ഇതുണ്ടെങ്കിൽ നമ്മളെ SEO ഹെൽപ്പ് ചെയ്യും. യൂസർ എക്സ്പീരിയൻസ്, ഫാസ്റ്റർ ലോഡിംഗ്, ബെറ്റർ ഇന്ററാക്ടിവിറ്റി, stable visuals, enhance user satisfaction. Engagement and conversions. Optimized core web vitals lead to lower bounce rate, higher engagement, resulting in better conversions. അത് മനസ്സിലായോ? ആ മൂന്നാമത്തെ പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായോ? ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായി. നിങ്ങൾക്ക് നല്ല വെബ്സൈറ്റ് ഉണ്ടോ? ഞാൻ അത് അടുത്ത് വേറൊരു വലിയൊരു ടോപ്പിക്കാണ്, അത് വലിയൊരു ടേമാണ് അടുത്ത് പറയുന്നത്. ഇതുമായി കണക്ട് ചെയ്ത് ഇങ്ങനെ കിടക്കാണ്, സാഗരമാണ്.
അപ്പൊ നിങ്ങളെ ഞാൻ വെറുതെ ഒരു ഇതല്ല, തിയറിറ്റിക്കൽ അല്ല, നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി കണ്ട് ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് അത് എവിടെ ചെല്ലുമ്പോഴും അപ്ലൈ ചെയ്യാം. എൻ്റെ അടുത്ത് പഠിക്കുന്നവരൊന്നും ഒരു ജോലി പോലും ജോലിക്ക് ഞാൻ വെരി ജെനുവിനില്ല പറയണം. ഞാൻ ഇന്നൊരു ലേഡിയുടെ ഫോട്ടോ എൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടുണ്ട്. ആരെങ്കിലും കാണണ്ടോ? കണ്ട് കണ്ട് 55 വയസ്സുള്ള ലേഡിയാ. ആ ലേഡിന്റെ എന്താ ജോബ് ചെയ്യണെന്താ? ആള് ടൈം പാസ് ആൾക്ക് എൻഗേജ്ഡ് ആവണല്ലോ. ആള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആൾക്ക് ജോബ് ഓപ്പണിംഗ് കൊടുത്ത ആള് ഫ്രീലാൻസ് ചെയ്യുന്നു. 55 വയസ്സുള്ള വേറൊരു വലിയൊരു സ്ഥലത്ത് പഠിക്കാൻ പോയത്, ആൾക്കൊന്നും പഠിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഒരുപാട് ഡൗട്ടുകളായിട്ട് വന്നത്, കാരണം പഠിപ്പിക്കുക, ഓരോ സ്ഥലത്ത് ഓരോ കഥകൾ കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. മനസ്സിലായി? ഓരോ സ്ഥലത്ത് പോയിട്ട് അത് എന്തുകൊണ്ടാണ് ആള് പഠിച്ചത് കേരളത്തിലെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, സെന്റ് തെരേസസ് കോളേജിലാണ് പഠിച്ചത്. അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ. സെന്റ് തെരേസാസ് കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പർ 1 കോളേജാണ്. ആണോ അല്ലയോ? മീൻസ് ഒരു ലീഡിങ് കോളേജാണ്. കൊച്ചിയിലുള്ളവർക്ക് അറിയുള്ളത് ആ കോളേജാണ്. പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് ഒന്നും അറിയാത്ത ഒരാളാണ്. അതായത് നേരത്തെ പറഞ്ഞ സ്ഥാപനമല്ല, നമ്മുടെ പഠിപ്പിക്കുന്ന ആളാണ് നോക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് നല്ല വെബ്സൈറ്റ് ഉണ്ടോ, നമ്മുടെ ബൗൺസ് റേറ്റ് കുറയും. 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സൈറ്റ് നോക്കും, എൻഗേജ്മെന്റ് കൂടും. എൻഗേജ്മെന്റ് കൂടാന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ട് എൻക്വയറി നടത്തും. റിസൾട്ടിങ് ബെറ്റർ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എൻക്വയറി നടത്തുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യും, പ്രൊഡക്റ്റുകൾ വാങ്ങും. ക്ലിയർ ആയോ? ഇല്ല. സ്റ്റെപ്സ് ഇംപ്രൂവ് കോർ വെബ്. ഇത് ഞാൻ ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമല്ല കേട്ടോ. ഇമേജിന് ഒപ്റ്റിമൈസ് ചെയ്ത ഞാൻ എന്റെ കാര്യം ഇത് കാണിച്ചു തരാം. ഇത് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇത് കുറച്ച് പ്രാക്ടിക്കലി കാണിച്ചു തരാം. ആ, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ ശ്രുതി. ഷെയർ ആയിട്ടില്ല. കാണുന്നില്ലേ? ഇപ്പൊ കാണാം. ഇനി വേറെ ടാബ് എടുത്തേ. അവിടെ സെർച്ച് ചെയ്യാം, വെബ് സ്പീഡ് ചെക്കിംഗ്, വെബ്സൈറ്റ് സ്പീഡ് ചെക്കിംഗ്. സ്പീഡ് ചെക്കിംഗ് മതിയായാലും കുഴപ്പമില്ല. വെബ്സൈറ്റ് സ്പീഡ് ചെക്കിംഗ്, വെബ്സൈറ്റ് സ്പീഡ് ചെക്കറാ. ആ, ക്ലിക്ക് ചെയ്യും. വേണ്ട പേജ് സ്പീഡ് ഇൻസൈറ്റ്. ഇപ്പൊ അവിടെ എന്റെ സൈറ്റ് കൊടുക്കാം, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് കൊടുക്കാം. നിങ്ങളുടെ വെബ്സൈറ്റ് കൊടുക്കാം, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.com. കൊടുത്തോ? കൊടുത്തതിന് ശേഷം അനലൈസ് ക്ലിക്ക് ചെയ്യാം. അനലൈസ്, ആ ടോപ്പ് റൈറ്റ് കണ്ടില്ലേ, അനലൈസ്. URL വാലിഡിറ്റി ഇല്ലെന്ന് പറയാം. അത് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. ഇന്റർനെറ്റ് ആയിട്ട് സ്പേസ് ഇടരുത്.
എന്തിനാണ് ക്യാപ് ലെറ്റർ? ആ കുഴപ്പമില്ല. ഇന്റർനെറ്റ് www. ഏറ്റവും നല്ല മെത്തേഡ് പറയാം. വേറെ ടാബ് എടുക്കുക. ഓ എന്റെ ദൈവമേ, എന്തൊരു ബുദ്ധിമുട്ടാ. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് പറഞ്ഞ ടൈപ്പ് ചെയ്യും. വെറുതെ ടൈപ്പ് ചെയ്താൽ മതി. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. ആ മതി, വന്നു. സെർച്ച് ചെയ്യാ. ആദ്യത്തെ സൈറ്റ് എടുത്തോ. എടുത്തു. കോപ്പി ആ URL കോപ്പി. മൊത്തം കോപ്പി ചെയ്യാം. മതിയോ? അനലൈസ് ചെയ്യാം. അത് മാക്സിമൈസ് ചെയ്തേ. വരട്ടെ. ലോഡാവട്ടെ. നിങ്ങളായാലും നിങ്ങളുടെ സൈറ്റോ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ക്ലയന്റിന്റെ സൈറ്റ് ഇതുപോലെ ചെക്ക് ചെയ്യാം. ലോഡാവട്ടെ. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ റിപ്പോർട്ട് വരും. ഡിസ്കവർ വാട്ട് യുവർ റിയൽ യൂസേഴ്സ് ആർ എക്സ്പീരിയൻസിങ്. കണ്ടോ? ഡയഗ്നോസ് പെർഫോമൻസ് ഇഷ്യൂസ്. വെയിറ്റ് ചെയ്യാ. കണ്ട? ഇനി പയ്യെ താഴേക്ക് താത്താട്ടോ. റൈറ്റ് സൈഡ് പയ്യെ താത്ത. കണ്ട? ഇത് ഒരെണ്ണം കാണിച്ചേക്കാണ് പെർഫോമൻസ് 62. അതായത് പയ്യെ താത്ത. മതി. അപ്പോൾ ഫസ്റ്റ് കോണ്ടന്റ്ഫുൾ പേജ് 2.4 സെക്കൻഡ് ആണ്. ലാർജസ്റ്റ് 7.5 ആ. ക്യുമുലേറ്റീവ് ലേഔട്ട്. ടോട്ടൽ ബ്ലോക്കിംഗ് ടൈം ക്യുമുലേറ്റീവ് ആണ് ഗ്രീൻ. മറ്റേത് കണ്ട ക്യുമുലേറ്റീവ് പെയിൻ ഒന്നും കൂടി എന്റെ സൈറ്റ് സ്പീഡ് ആവാനുണ്ട്. ചിലപ്പോൾ നെറ്റിന്റെ ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ നെറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കാം. ക്ലിയർ ആയോ? ആ റെഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് ക്ലയന്റിന് ഡെവലപ്പേഴ്സ് എടുത്തിട്ട് കുറച്ച് പറഞ്ഞത് എന്റെ മുകളിൽ രണ്ടും റെഡ് ആണ്, അത് ഗ്രീൻ ആക്കണം. പയ്യെ മുകളിൽ പോട്ടെ. ഒന്നുകൂടി മുകളിൽ പോട്ടെ. അല്ല വേണ്ട, താഴേക്ക് സാധിക്കും. അവിടെ കാണിച്ചിട്ടുണ്ട് 4 കാര്യമുണ്ട്. പെർഫോമൻസ്, ആക്സസിബിലിറ്റി, ബെസ്റ്റ് പ്രാക്ടീസ്. ബാക്കി SEO 91. ഓക്കെ, അതായത് 80 മോളിൽ പോയതൊക്കെ അത്യാവശ്യം നല്ലതാണ്. ബെസ്റ്റ് പ്രാക്ടീസസും ആക്സസിബിലിറ്റി ഒക്കെ അടിപൊളിയാണെന്നാണ്. ഇനി ഡെസ്ക്ടോപ്പിന്റെ അടുത്ത് ഡെസ്ക്ടോപ്പ് ഉണ്ടോ? തൊട്ടപ്പുറം ഡെസ്ക്ടോപ്പ് ഉണ്ട്. ഡെസ്ക്ടോപ്പിലെല്ലാം പെർഫെക്റ്റ് ആണ്. കുറേ കൂടി 84, 85, 89, 91 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതായത് 100-ലാണെങ്കിൽ വീണ്ടും മൊബൈൽ എടുത്ത് റൈറ്റ്സ് എടുത്ത് താഴേക്ക് താത്തി. പയ്യെ ഒരു മിനിറ്റ് പയ്യെ മോളിൽ പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതില് മെട്രിക്സ് ഉണ്ടോ? അവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ടോ 0 to 49? അത് റെഡ് ആണ്. 50 to 89 യെല്ലോ ആണ്. 92 അതാണ് ഏറ്റവും ഹൈയസ്റ്റ്. മനസ്സിലായി? അപ്പൊ അത് ഗ്രീൻ ആയിട്ട് കാണിക്കും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോണ്ടന്റ് ഫ്ലോ അത് 50-ന്റെ 89-ന്റെ ഇടയിലാണ്. അതാണ് ആ കാണിച്ചത്. ലാർജസ്റ്റ് കണ്ട അത് റെഡിലേക്ക് വന്ന കാണാം. ഓക്കെ, ടോട്ടൽ ബ്ലോക്കിംഗ് ടൈം അത് ഗ്രീൻ ആണ്, അതൊക്കെ കറക്റ്റ് ആണ്. ക്യുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റ് ഒക്കെ ഓക്കെ ആണ്. സ്പീഡ് ഇൻഡെക്സ് പയ്യെ താഴേക്ക് താത്തി. താത്തിക്കോ. ഇതിലെ ചെറിയ താത്തിക്കോ പയ്യെ. റൈറ്റ് സൈഡ് താഴേക്ക് താത്താ. കണ്ടോ? ഒരു മിനിറ്റ് എടുക്കട്ടെ. അവിടെ റെഡ്യൂസ് അൺയൂസ്ഡ് ജാവാസ്ക്രിപ്റ്റ്, റെഡ്യൂസ് അൺയൂസ്ഡ് CSS, ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട വരില്ല. അതൊക്കെ ഡെവലപ്പേഴ്സ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റിപ്പോർട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് എടുത്തിട്ട് ഡെവലപ്പർക്ക് കൊടുക്കുക. ഡെവലപ്പർക്ക് കൊടുത്തിട്ട് പറയുന്നതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാൻ പറയണം. കറക്റ്റ് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ സ്കോറും മുകളിൽ മാറും. ഇത് റൈറ്റ് സൈഡ് താഴേക്ക് താത്തി. കണ്ടോ? ഇവിടെ ആക്സസിബിലിറ്റി അത് 85 ഉണ്ട്. അപ്പൊ വലിയ കുഴപ്പമില്ല. താഴേക്ക് താത്തി.
കണ്ട ഒരു മിനിറ്റ് കണ്ട ഒരു കുഞ്ഞു പയ്യെ പോട്ടെ, പയ്യെ പോണ പോട്ടെ, കുറച്ച് മുകളിൽ പോട്ടെ. പയ്യെ മുകളിൽ പോട്ടെ. സ്റ്റക്കായോ? പയ്യെ മുകളിലേക്ക് പോട്ടെന്ന്. ഇതേ പോണു, താഴേക്കുള്ള പറഞ്ഞ പയ്യെ പോട്ടെ. നിങ്ങളുടെ മൗസിന്റെ ഉള്ള മൂവ്മെന്റ് ഞാൻ അത്ര ഇംപ്രസ്ഡ് അല്ല കേട്ടോ. പയ്യെ മുകളിലേക്ക് പോ, അല്ലെങ്കിൽ ഞാൻ പോട്ടെ. അവിടെ വെയിറ്റ്. Background and foreground colors do not have sufficient contrast ratio. അതായത് നമ്മുടെ സ്ക്രീനിലുള്ള ഇമേജുകളുണ്ട്. ഇപ്പൊ ചില ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു യെല്ലോന്റെ അകത്ത് വൈറ്റിൽ ചിലപ്പോൾ വേണമെങ്കിൽ തിരിച്ചറിയില്ല. അതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ആ കോൺട്രാസ്റ്റ് കാണിക്കുന്നത്. ഒന്നും കൂടി റൈറ്റ് സൈഡ് താഴേക്ക് താത്തേ. Links do not have താഴേക്ക് താത്തേ. Links do not contain L elements. താഴേക്ക് താത്തേ. ഇങ്ങനത്തെ കുഞ്ഞു എററുകൾ ഉണ്ടാവും. നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണിച്ചിട്ട് താഴേക്ക് താത്തി. 89 എന്നൊക്കെ പറഞ്ഞ 90 ആയി. ഡിസ്പ്ലേ ഇമേജസ് ഇൻകറക്റ്റ് ആസ്പെക്ട് റേഷ്യോ ഒക്കെ താഴേക്ക് താത്ത്. ക്ലിയർ ആയോ? ഈ പേജിൽ നിങ്ങളാ പറഞ്ഞ LCP ഇതൊക്കെ ഗ്രീൻ ആവണം. അതെ, ഗ്രീൻ അല്ലെങ്കിൽ ആ ഒരു എബോവ് 80യുടെ എങ്കിലും മുകളിലേക്ക് സ്കോർ വരണം. എന്നാലാണ് നിങ്ങളുടെ സൈറ്റ് SEOയിലേക്ക് കയറി വരൂ. ആർക്കെങ്കിലും ഇത് മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ ഇതിൽ കൂടുതൽ മനസ്സിലൊന്നും ആക്കണ്ട. ഇതിൽ ടെക്നിക്കലാണ് ഇത്. നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ഇത് വെച്ച് നിങ്ങളുടെ സൈറ്റ് ചെക്ക് ചെയ്യണം. ഈ സൈറ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഡെവലപ്പറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ആക്കാൻ പറയണം. അവർ കറക്റ്റ് ആക്കിയോ ഇല്ലെന്നുള്ളത് നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും വരും. വീണ്ടും വന്നില്ല. ഡെവലപ്പർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്ക് മാത്രമാണോ അതോ ഒരാളായിട്ട് നിന്നിട്ട് എല്ലാരും അവരടുത്ത് ചെയ്യണതാണോ? എങ്ങനെ ഉണ്ടാവുക? എങ്ങനെ ഈ ഡെവലപ്പർ എന്ന് വെച്ചാല് നമ്മുടെ ഒരു കമ്പനിക്കായിട്ടുള്ള ഒരാളാണോ അതോ എല്ലാരും വന്ന് ചെന്നയാളെ കയ്യിൽ കൊടുക്കണം? അങ്ങനെയാണ്. ഡെവലപ്പർ എന്ന് പറഞ്ഞ ഇപ്പൊ എന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് ഒരു ഡെവലപ്പറാണ്. മനസ്സിലായോ? ഓരോ കമ്പനിക്കും ഓരോ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഡെവലപ്പർ ആയിരിക്കും. ഒരു ഡെവലപ്പർ ഇല്ലാണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാവില്ല. അതാണോ ചോദ്യം? ഇപ്പൊ ആ സാറ് അയാള് സാറിനത് മാത്രമാണോ വർക്ക് ചെയ്യണത് അതോ വേറുള്ള കമ്പനികൾക്കും അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അതോ അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യണ്ടാവൂലേ? അങ്ങനെയല്ലേ? പിന്നെ ഒരാൾക്ക് വേണ്ടിട്ടാണോ? ഇത് ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അവര് നമുക്ക് ഗ്രീനൊക്കെ ആക്കി തരണോ? അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ഫീ കൊടുക്കുകയാണോ ചെയ്യാ? അപ്പൊ അതിന് ചാർജ് ഉണ്ടാവും. സാധാരണ ഒരു വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട കുഞ്ഞു മിസ്റ്റേക്കുകളാണ്. അപ്പൊ അതിനൊക്കെ ഓരോ ടാസ്കുകൾക്ക് ഓരോ ചാർജ് ഉണ്ട്. അത് കമ്പനി കൊടുക്കും, നിങ്ങളല്ലല്ലോ കൊടുക്കണേ. നിങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ജോലിക്ക് കയറി പല പ്രൊജക്ടുകളും ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി. ഇപ്പൊ തന്നെ ചോദ്യം തന്നെ വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അറ്റ്ലീസ്റ്റ് എന്തുകൊണ്ടാ ചെയ്യണമെന്നെങ്കിലും മനസ്സിലായി. എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി നിങ്ങൾ ഓരോ അനുഭവങ്ങളിലൂടെയാണ് ഓരോന്ന് പഠിച്ചു പോവാ. ഈ പേജ് സ്പീഡ് ഇൻസൈറ്റ്സിലാണോ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യുക? അതായത് ഇതിലെല്ലാം ഉണ്ടല്ലോ. ഈ കോർ വെബ് വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്യണം ഇതിനകത്ത്. ഇതാണ്, ഇതെല്ലാത്തിനും കൂടിയിട്ടാണ്. അതിലെല്ലാനും ഉണ്ട്. എല്ലാ ലേഔട്ടും എല്ലാരും പറയുന്നുണ്ടല്ലോ. ഓരോരുത്തര് 2, 3 എല്ലാതും കാണിക്കുന്നുണ്ട് അതില്. ഇനി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഈ സാധനം ഒന്ന് നോട്ട് ചെയ്യാം. അത് ഞാൻ അതിലൂടെ കാണിച്ചു തരാം. LCP നോട്ട് ചെയ്തിട്ട് എഴുതണം. 2.5 സെക്കൻഡ് ആണ് ഗുഡ് LCP. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ എഴുതാം LCP
2.5 സെക്കൻഡ്. അപ്പൊ നമ്മുടെ എന്റെ ഞാൻ നേരത്തെ ഒരു സൈറ്റ് കാണിച്ചു തരാം. അടുത്തത് FID 100 മില്ലി സെക്കൻഡ് ആണ്. മില്ലി സെക്കൻഡ്സ്. ഓക്കെ, ക്യുമുലേറ്റീവ് ഏത് 0.1. അതായത് 0.1 ആണ്. ഇതാണ് 3 സ്കോറുകൾ. ഓക്കെ, ഗുഡ് സ്കോർ. ഇനി നിങ്ങളുടെ സ്ക്രീൻ ഒന്നുകൂടി ഷെയർ ചെയ്തേ. മോളി പോട്ടെ. ഏറ്റവും മോളി പോട്ടെ. മതി, ഇവിടെ കിട്ടും. അതെ, താഴേക്കോ, പയ്യെ പയ്യെ താഴേക്കോ. മതി മതി. അതില് FCP എത്ര പറഞ്ഞേ ശ്രുതി? 2.4 സെക്കൻഡ്. അങ്ങനെയാണല്ലോ എഴുതിയിരിക്കണേ. 2.5 സെക്കൻഡ്സ് അല്ലേ വേണ്ടേ? 2.4 സെക്കൻഡ്സ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത് ഓക്കെയാണ്. ഓക്കെ. LCP യോ? LCP ആണ് സാർ. 2.5 സെക്കൻഡ്സ് പറഞ്ഞില്ലേ? LCP ആണ്. LCP ആണ്. LCP 2.5 സെക്കൻഡ്സ് വരേണ്ടത് വേണം. 7.0 സെക്കൻഡ്സ് ഉള്ളൂ അല്ലേ? 7.5 സെക്കൻഡ്സ് ഉള്ളൂ. അപ്പൊ സമയം കൂടുതൽ എടുത്തു. അതെ, കൂടുതൽ എടുത്തു. അതെ. അപ്പൊ നിങ്ങൾ ഡെവലപ്പറിന്റെ അടുത്ത് പറയണം, സൈറ്റ് ലോഡിംഗ് സ്പീഡ് ആണ്, ലോഡിംഗ് ഒരുപാട് സമയം എടുക്കണു. സമയം എടുക്കുന്നുണ്ട്. അതെ. ഇത് 7.5 ആണ്, നമുക്ക് 2.5 തന്നെ ആക്കി തരണം. ക്ലിയർ ആയോ? എന്നിട്ട് പറയണ്ടേന്ന്? ക്ലിയർ ആണോ? അതെ. FCP സ്പീഡ് ഇൻഡെക്സ് എത്രയാണ് വേണ്ടത്? FCP സ്പീഡ് ഇൻഡെക്സ് എത്ര വേണ്ടത്? എന്താണ് സ്പീഡ് ഇൻഡെക്സാ? അതെത്ര വേണ്ടത്? സ്പീഡ് ഇൻഡെക്സും ഈ ടോട്ടൽ സ്പീഡിന്റെ തന്നെയാണ്. അതും 14 പോയിന്റ്. അത് നമുക്ക് കാണുമ്പോൾ അറിയാം. അതായത് 14 എന്ന് പറയുന്നത് റെഡ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ ചിലപ്പോ ഒരു 5 ഇവിടെ നിങ്ങൾ റെഡ് ഉണ്ടോ അത് ഗ്രീൻ ആക്കണം. അതാണ് അതിന്റെ ഇത്. ക്ലിയർ ആയോ? അപ്പൊ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു നമ്മൾ 0 to 49 കീഴിൽ വന്നിരിക്കുന്നതാണ് 14. അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ 9 ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ 50 to 89 വരും. ചിലപ്പോൾ വേണമെങ്കിൽ 6 ആയിരിക്കാം സ്പീഡ് ഇൻഡെക്സ്. അപ്പൊ ഗ്രീൻ വരും. ഗ്രീൻ വന്നില്ലെങ്കിൽ അത് ആക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനേക്കാളും കുറച്ചും കൂടി കൃത്യതയുണ്ട്. താഴേക്ക് വരാം. താഴെ കണ്ടാലേ കൃത്യമായിട്ട് എററുകൾ കാണിക്കുന്ന എല്ലാം ഗ്രീൻ ആവണ്ടേ? ഗ്രീൻ ഈ ആക്കണം. ഡയഗ്നോസ്റ്റിക്സില് റെഡിൽ കാണിക്കുന്ന എല്ലാം ഗ്രീൻ. ഓക്കെ. അതാണ് അവർക്ക് കൊടുക്കേണ്ടത്. അവർക്ക് ഇത് മനസ്സിലാവും. റെഡ്യൂസ് അൺയൂസ്ഡ് CSS ആണ് ഇതാണ് കൊടുക്കേണ്ടവർക്ക്. ഇനി ആ റെഡ്യൂസ്ഡ് അൺയൂസ്ഡ് CSS ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തേ, അപ്പൊ താഴേക്ക് പോകും. കണ്ട ഏതൊക്കെയാണ് ഫയൽ എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് മനസ്സിലാവും. ക്ലിയർ ആയോ? അവർ ഡെവലപ്പേഴ്സ് ആണ്, അവർക്ക് മനസ്സിലാവും. നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കണം. നിങ്ങൾ അതൊക്കെ ക്ലീൻ ആക്കി തരാം. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ? ഇല്ല. ക്ലിയർ സർ. എല്ലാവർക്കും ക്ലിയർ ആയോ? വെരി ഗുഡ്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ. നമ്മൾ ആദ്യം കണ്ടന്റിന് ഇമ്പോർട്ടന്റ് പറഞ്ഞു. അപ്പൊ അത് കണ്ടന്റ് റൈറ്റർ ആയിട്ട് കണക്റ്റഡ് ആ. ഡെവലപ്പർ തന്നെയാണോ കണ്ടന്റ് റൈറ്റർ ഒക്കെ ആയിട്ടുണ്ടാവുക? ഡെവലപ്പർ തന്നെയാണോ
ആളൊക്കെ ആയിട്ടുണ്ടാവുക, ഡെവലപ്പർ തന്നെയാണോ? കണ്ടന്റിന്റെ ആളൊക്കെ ആയിട്ടുണ്ടാവുക അത് കണ്ടന്റിന്റെ ആളായിട്ട്? ഉണ്ടാവുക, അതോ കണ്ടന്റ് എഴുതാനൊക്കെ വേറെ ആളുണ്ടോന്നാ ചോദിച്ചത്. യൂഷ്വലി വേറെ ആൾക്കാരായിരിക്കും കണ്ടന്റ് റൈറ്റ് ചെയ്യുക. അത് ഇംഗ്ലീഷൊക്കെ അറിയണവരുണ്ടാവല്ലോ നല്ല രീതിയിൽ, അവരായിരിക്കും കണ്ടന്റുകൾ റൈറ്റ് ചെയ്യുക. നിങ്ങൾ ആലോചിക്കണം എന്തൊക്കെ പരിപാടി. നിസ്സാരം വിചാരിച്ച് ഒരുപാട് പഠിക്കണം. നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കണു? 4 മാസമാണ് ഇനി. എന്തൊക്കെ പഠിക്കുന്നു? ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബുധനാഴ്ച തൊട്ട് നമ്മൾ വേറെ സോഷ്യൽ മീഡിയ തുടങ്ങാണ്. അപ്പൊ SEO കഴിയോ? ആ, നാളെ വേറെ കുറെ കാര്യങ്ങൾ എടുക്കും. SEO കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറെ ഉണ്ട് SEO. പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ബാക്കി നിങ്ങൾക്ക് തന്നെ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. ചിലപ്പോ SEOയില് നമ്മൾ എന്തൊക്കെയാ ഇപ്പൊ ചെയ്യണ്ടേ? നമ്മുടെ വർക്ക് എന്തായിരിക്കും? SEOയിലെ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട കീവേഡുകൾ കണ്ടെത്തണം. ആ. ആ കീവേഡുകൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇടണം. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കീവേഡ് വെബ്സൈറ്റ് ഇടാം. ക്ലിയർ? ഇത് ഇത് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം കൺസോൾ വെച്ചിട്ട് ചെക്ക് ചെയ്യണം. അതിനുശേഷം ലിങ്ക് ബിൽഡ് ചെയ്യണം. അതുപോലെ അതിനുശേഷം നമ്മുടെ ഇപ്പൊ LCP കാര്യങ്ങൾ അതൊക്കെ കറക്റ്റ് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നമുക്ക് SEO നമ്മള് വെബ് ഡെവലപ്പേഴ്സ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുമായി ബന്ധപ്പെട്ട കീവേഡുകൾ റാങ്ക് ചെയ്യുക. ക്ലിയർ ആയോ? റാങ്ക് ചെയ്തില്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ ബ്ലോഗുകളാണെങ്കിൽ കൂടുതൽ എഴുതണം. റൈറ്ററെ കൊണ്ട് എഴുതണം. നമ്മുടെ സൈറ്റിലുള്ള എല്ലാ പേജിലും നല്ല ഫ്രഷ് കണ്ടന്റ് ആയിരിക്കണം. ക്ലിയർ? സൈറ്റിന്റെ സ്പീഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഇനിയിപ്പോ ഒരു വെബ്സൈറ്റ് അവർ പുതിയ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ പേജിന് വേണ്ടി SEO ചെയ്യണം. ഇതാണ് SEOന്റെ ടാസ്കുകൾ. ബേസിക്കലി ഓർഗാനിക്കലി ക്ലയന്റിന് വിസിറ്ററെ കൊണ്ടുവരണം. മനസ്സിലായോ? ഇല്ല, മനസ്സിലായി. ഇതാണ് ടാസ്ക്. അതാണ് നിങ്ങളെ ഞാൻ ഇനീഷ്യൽ റാങ്ക് റിപ്പോർട്ട് ഉണ്ടാക്കിച്ച. ഈ റിപ്പോർട്ടാണ് ക്ലയന്റിന് കാണണ്ടേ. ഇത് നിങ്ങൾ എവരും വന്ന് ക്ലയന്റ് അയച്ചു കൊടുക്കണം. ക്ലിയർ ആയോ? വേറെ ഏതെങ്കിലും ഡൗട്ട്? ഈ ബ്ലോഗ് നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ മോണിറ്റൈസ് ചെയ്യാനൊക്കെ പറ്റുമോ? ഡെഫിനറ്റ്ലി മോണിറ്റൈസേഷൻ നമുക്ക് എല്ലാം പറ്റും. ഞാൻ മോണിറ്റൈസേഷൻ ഒരു ടോപ്പിക്സ് നമുക്ക് ഉള്ളതാ. എല്ലാം അതായത് അത് ഞാൻ പറഞ്ഞു, നമുക്കൊരു പർപ്പസ് വേണം. നമ്മൾ എന്താണ് ഡിജിറ്റലി ചെയ്യേണ്ടത്? ചിലവരുടെ ബിസിനസ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ മാത്രമാണ് അവർ ചെയ്യുക. അത് വേറൊരു ഗെയിമാണ്. ഇപ്പൊ ചിലവർ പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ പ്രൊഡക്റ്റ് സെല് ചെയ്യാനോ നോക്കുക, അത് വേറൊരു ഗെയിമാണ്. ഇപ്പൊ ഞാൻ കോഴ്സിലെ ഫോക്കസ് ചെയ്ത് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക, അത് വേറൊരു ഗെയിമാണ്. ക്ലിയർ ആയോ? ഇല്ല. മോണിറ്റൈസേഷൻ അപ്പൊ നമ്മള് എങ്ങനെയത് പ്രൊമോട്ട് ചെയ്യുക, ആളുകൾക്ക് എത്തിക്കുക എങ്ങനെയാണ്? അപ്പൊ അതിന് നമ്മൾ ബ്ലോഗുകളിൽ സ്ഥിരമായി കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കണം. ഡെയിലി ഇടണം. നിങ്ങൾ ഇന്നലെ ചെയ്ത് ഇന്നലെ നിങ്ങൾക്ക് 1 രൂപ പോലും കിട്ടില്ല, കയ്യിൽ പൈസ പോക്കാൻ ഉണ്ടാവും. നിങ്ങൾ ഒരു 5-6 മാസം കണ്ടന്റ് ഇട്ടിട്ട് കഴിയുമ്പോൾ എന്ത് സെർച്ച് ചെയ്താലും നിങ്ങളുടെ ബ്ലോഗുകൾ ടോപ്പിലേക്ക് വരുന്നു. നിങ്ങൾക്ക് തന്നെ ഒരു സ്ഥിരമായ റീഡേഴ്സ് വരും. ടോപ്പിലേക്ക് വരുന്ന നമ്മുടെ കണ്ടന്റ് കൂടുതലാവുന്നതിനനുസരിച്ചാണോ? കൂടുതലല്ല, അതുമായി നല്ല റെലവന്റ് കണ്ടന്റ് ആണെങ്കിൽ ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി കാണിക്കും ആ കീവേഡിന് സൂട്ടബിൾ ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ യൂട്യൂബ് തന്നെ, അതന്നെ യൂട്യൂബിന്റെ റൈറ്റിംഗ് വെർഷനാണ് ബ്ലോഗ്. യൂട്യൂബ് തന്നെ, ആ കോൺസെപ്റ്റ് തന്നെ. കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിടുമ്പോ അത് പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും കീവേഡ്സ് എന്തെങ്കിലും ഉണ്ടോ? മോണിറ്റൈസ് ചെയ്യാൻ അത് യൂട്യൂബിന് നമ്മൾ പഠിപ്പിക്കുന്നതാണ് അതില്.
അതിൽ നമ്മൾ ടൈറ്റിൽ കീവേഡ് കാര്യങ്ങൾ ഇടണം, ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതില്. ആ അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ വരും. യൂട്യൂബിന്റെ ഗെയിം വേറെയാണ്. നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഗൂഗിൾ അതിനെ പുഷ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? yes. നിങ്ങൾ നല്ല ചോദ്യങ്ങളാണത്. അതിനെ പറഞ്ഞ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു ജോബാണോ ചെയ്യേണ്ടത്? മോണിറ്റൈസേഷൻ ആണോ ചെയ്യേണ്ടത്? ഫ്രീലാൻസ് ആണോ ചെയ്യേണ്ടത്? ബിസിനസ് ആണോ ചെയ്യേണ്ടത്? ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കൂ. ചില ആൾക്കാരുണ്ട് ജോലിയുടെ ഒപ്പം ഫ്രീലാൻസ് ചെയ്യാൻ നോക്കും. ശുദ്ധ മണ്ടത്തരാണ്. ജോലിയാണോ നിങ്ങൾ ജോലിയിൽ 100% ഡെഡിക്കേറ്റ് ചെയ്യുക. അവസാനം ജോലി ഉണ്ടാവില്ല, ഫ്രീലാൻസ് ഉണ്ടാവില്ല. ക്ലിയർ ആയോ? ഇനി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീലാൻസ് ഈസ് ഫൈൻ. നിങ്ങളുടെ ജോലിനെ എൻഹാൻസ് ചെയ്യുന്ന ഫ്രീലാൻസ് ഫൈൻ. അതുകൊണ്ട് പറഞ്ഞ ഫോക്കസ് നിങ്ങൾ എന്നാലാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാവും. ഒരു മാസീവ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം. ചിലർ ജോലി ചെയ്യില്ല, അതിൻ്റെ കൂടെ അവസാനം ഇല്ലാണ്ട് കുറച്ച് കഴിയുമ്പോൾ സ്ലോലി നിങ്ങൾ. ഞാനും മാർക്കറ്റിൽ ഇപ്പോഴും നിൽക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഞാൻ അവിടെ ചാടി ഇവിടെ ചാടി അങ്ങനത്തെ പരിപാടിക്ക് ഞാൻ പോയി. ഞാൻ ഇത് തന്നെയാണ് ഫുൾ ടൈം. അതാ നിങ്ങൾ ഒരു ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് ബിസിനസ് ആണ്, ഡിജിറ്റൽ ബിസിനസ് ചെയ്യണം. ഇതാണ് എൻ്റെ പരിപാടി, ഇതിലേക്ക് ഇങ്ങനെ ഡിജിറ്റൽ. അത് നിങ്ങളെ എക്സ്പീരിയൻസ് വരൂ. അതിന്റെ എല്ലാം കൂടി നമ്മൾ പഠിച്ച് കറക്റ്റ് ആവരുത്. നിങ്ങൾ അതിൽ ചെയ്ത് എക്സ്പീരിയൻസ് നിന്നാണ് നിങ്ങൾക്ക് അതിലേക്ക് വരും. അപ്പൊ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും നിങ്ങളോട് നേരത്തെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ തെറ്റുകളിൽ നിന്ന്, മിസ്റ്റേക്കുകളിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയാണ് അത് പറയുന്നത്. എന്താ ആരാ ചോദിച്ചത്? ഷഹ്മയാണ് ചോദിച്ചത്. ക്ലിയർ ആണോ? Yes, sir. നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ റിസൾട്ട് വയ്യ വരും. തുടക്കം വരില്ല. ഒരു 6 months നിങ്ങൾ ഫോക്കസ് ചെയ്യാം. നിങ്ങൾ മാജിക് കാണിച്ചു തരാം. ക്ലിയർ? Clear. എന്താണ് സെർച്ച് കൺസോൾ, എന്താണ് ക്യുമുലേറ്റീവ്, കാര്യങ്ങൾ ക്ലിയർ ആയോ? Yes, sir. സർ. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചത്? അത് ശ്രുതി ചോദിച്ചത് വെരി ഇമ്പോർട്ടൻ്റ്. എങ്ങനത്തെ ടാസ്കുകളാണ് നമ്മൾ ചെയ്യുക SEOയിൽ? SEOയിൽ നിങ്ങൾ സൈറ്റുകൾ എടുത്ത് പഠിക്കണം. ഓരോ സൈറ്റ് എടുത്ത് പഠിക്കണം. സൈറ്റിലെ കണ്ടന്റ് കോപ്പി ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. ഒറിജിനൽ കോണ്ടന്റ് എഴുതണം. പുതിയ ടോപ്പിക്കുകൾ അതുമായി റിസർച്ച് ചെയ്യണം. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കണം. അവരെന്തൊക്കെ ചെയ്തേക്കണം നോക്കണം. ലിങ്കുകൾ ബിൽഡ് ചെയ്യണം. സൈറ്റിന്റെ സ്പീഡ് കാര്യങ്ങൾ കൂട്ടണം. എല്ലാ പേജിലും കറക്റ്റ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഇടണം. ഓരോ പേജിലും യൂണിക് ടൈറ്റിൽ യൂണിക് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. കീവേഡ് ചെക്ക് ചെയ്യണം. റാങ്ക് ഇമ്പ്രൂവ് ആയി നോക്കണം. സെർച്ച് കൺസോൾ ക്ലിക്ക് വന്നുണ്ടോ നോക്കണം. അതുപോലെ സെർച്ച് കൺസോളിൽ നിന്ന് പലതരം കീവേഡുകൾ വരാം. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് കീവേഡ് നമ്മുടെ കീവേഡിൽ കൊണ്ടുവരണം. ചില കീവേഡുകൾക്ക് വേണ്ടി നമ്മൾ പുതിയ പേജുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ചെയ്യണം. അതാണ് SEO, ഓർഗാനിക് വിസിറ്റർ കൊണ്ടുവരാനുള്ളത്. ഞാൻ SEOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു സാധനം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ കുറെ PPTകൾ കാണിക്കണില്ലേ? ഓരോന്നിനും നിങ്ങൾ എഫേർട്ട്. ഞാൻ എല്ലാ ടോപ്പിക്കിനും PPTകൾ എടുക്കുകയാണ് ഇപ്പൊ. മനസ്സിലായോ? PPT എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അതിൽ റിസർച്ച് നടത്തുമ്പോഴാണ് നല്ലൊരു PPT ഉണ്ടാവുക. ഞാൻ SEOനെ എന്തെങ്കിലും കാണിച്ചു തന്നായിരുന്നോ? തന്നിരുന്നു. ഏത്? ഒരു കൺവേർഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് ഇല്ലല്ലേ? PPT വല്ലതും കാണിച്ചു? PDF കിട്ടുമോ എന്തേലും അങ്ങനെ? ഇത് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇത് ഞാൻ കാണിച്ചതല്ലേ? ഇത് കാണിച്ചു തന്നിരുന്നു. കാണിച്ചു. ഓക്കെ, ഗുഡ്. കണ്ടോ? അത് ഞാൻ കാണിച്ചത്. ഓക്കെ. ഇപ്പൊ നമ്മളായാലും ഇതിൽ ഒരുപാട് ഇപ്പൊ ഒരു PPT കാണുമ്പോൾ 3-4-5-6 മണിക്കൂറിന്റെ ഒരു എഫേർട്ടുകളാണ്.
നമ്മളിത് ഇങ്ങനെ എത്ര എഫേർട്ട് ഇടുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും അപ്പൊ നമ്മൾ ഒന്നും കൂടി പഠിക്കാനും മനസ്സിലാക്കാനും ക്ലാസ് എടുക്കാം. അപ്പൊ അത്ര എഫേർട്ടുകളാണ്. നിങ്ങളിപ്പോ ഇപ്പൊ തന്നെ അല്ല, നിങ്ങൾ കുറെ എഫേർട്ടുകൾ ഇടണം. അത് എൻജോയ് ചെയ്യണം ആ പ്രോസസ്സ്. ഞാനത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുക. നാളെ നമ്മൾ കുറച്ചും കൂടി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നാളെ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈറ്റ് മാപ്പിനെ കുറിച്ച് എടുക്കും, robots.txt കുറിച്ച് എടുക്കും, അതേപോലെ ഡിസ്വോ ടൂളിനെ കുറിച്ച് എടുക്കും, റീകൺസിഡറേഷൻ റിക്വസ്റ്റിനെ കുറിച്ച് എടുക്കും. ഇങ്ങനത്തെ കുറച്ച്, അതേപോലെ റിച്ച് സ്നിപ്പറ്റ്, ഇങ്ങനെ 4-5 മെയിൻ ടോപ്പിക്സുകളുണ്ട്. സിമ്പിൾ ആണ്. ഇതിനെ കുറിച്ചിട്ടുള്ള സെഷൻസ് ആയിരിക്കും നാളെ. ചിലപ്പോൾ നാളത്തിൽ കൂടുതലായാലും ഉണ്ടാവാം. ഇത്രയും ടോപ്പിക്ക് തീർക്കും. ഇത് എല്ലാവരും ഒന്ന് ചെയ്യാം. അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ? കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വന്നുണ്ടോ? കുറച്ചും കൂടി നിങ്ങളുടെ ഡൗട്ടുകളും കാര്യത്തിലും ഒരു ക്ലാരിറ്റി വന്നുണ്ടോ? ഉണ്ട് സർ. ഫാത്തിമ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നിങ്ങൾ ഓരോന്ന് ചോദിക്കുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളെ ചിന്തിക്കുമ്പോഴാണ് ഗ്രോ ചെയ്യുക. നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചോളൂ. എന്ത് സ്റ്റുപ്പിഡ് ആയാലും ചോദിക്കും. ഇപ്പൊ നേരത്തെ കുറെ ഡെവലപ്പർ ആയിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചതൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. നിങ്ങൾ വർക്കിലേക്ക് ചിന്ത വന്നു തുടങ്ങി. അതാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. ഡെവലപ്പറായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുക, റൈറ്റർ എന്തായിട്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്. ഈ ലൈവ് പ്രൊജക്ട് പറഞ്ഞ അതൊക്കെ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ലൈവ് പ്രൊജക്ട് എന്ന് പറഞ്ഞ എന്താണ്, അത് എങ്ങനെ ഉണ്ടാവുക? ലൈവ് പ്രൊജക്ട് നിങ്ങളിപ്പോ ബ്ലോഗ് ചെയ്തല്ലോ, ആ അതാണ് ഒരു ലൈവ് പ്രൊജക്ട്. ആ ബ്ലോഗിൽ നിങ്ങൾ കീവേഡ് ഇട്ടല്ലോ, ആ ആ കീവേഡിനെ ടോപ്പിലേക്ക് കൊണ്ടുവരണം. ക്ലിയർ ആയോ? ശരി. നിങ്ങളുടെ ബ്ലോഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, അത് ലൈവ് വെബ്സൈറ്റ് ആണ്. ഗൂഗിൾ അതിന് ഇൻഡെക്സ് ചെയ്യും. അത് എത്ര ദിവസം പിടിക്കും? അപ്പൊ നമ്മൾ ചെയ്തൊക്കെ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടാവോ? ചിലപ്പോൾ വേണ്ടി ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ശ്രുതിയുടെ സ്ക്രീൻ ഷെയർ ചെയ്തേ. ബ്ലോഗ് ഇൻഡെക്സ് ചെയ്യണത് കാണാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും? അത് കാണാൻ പറ്റും. കാണിച്ചു തരാം. നിങ്ങളുടെ ബ്ലോഗ് എടുത്തേ. ലെഫ്റ്റിന് താഴെ പോയിട്ട് വ്യൂ ബ്ലോഗ് എടുക്കുക. URL കോപ്പി. ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. താഴെ 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 സെർച്ച് ഗൂഗിളിൽ അവിടെ പേസ്റ്റ് ചെയ്യും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അവിടെ പേസ്റ്റ് ചെയ്യും. എൻ്റർ അടി. പോകും. ഇത് തന്നെയാണ് വരുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യൂ. നിങ്ങൾ എക്സ്പ്ലോർ എവറിത്തിങ് .blogspot എന്ന URL കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് google.com എടുക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതാണ് പറഞ്ഞത്. കുഞ്ഞു കാര്യമാണ്. നിങ്ങൾക്ക് അതുപോലും കൺഫ്യൂഷൻ ആവല്ലേ നിങ്ങൾ. എന്നാണോ എന്നിട്ട് അത് വരുന്നുണ്ടോ എന്നാണ് അങ്ങനെ നോക്കുക. അതെ, അങ്ങനെ വന്നിക്കണേ. എന്റെ പൊന്നു ശ്രുതി, ഞാൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ സെർച്ച് ചെയ്യാം. ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യും. അങ്ങനെ എന്റെ വന്നിക്കണ്. അത് പിറ്റേ ദിവസം തന്നെ വന്നിക്കണ്. എങ്ങനെ വന്നു? ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ ഇങ്ങനെ ബ്ലോഗ് കാണാണ്ട് എന്റെ കാണിച്ചു തരുന്നു. നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റോ? നോക്കട്ടെ ട്ടോ. ഇതിപ്പോ ഒന്നും വന്നിട്ടില്ല. അതായത് ഇത് ഇൻഡെക്സ് ചെയ്തിട്ടില്ല, അതാണ് അർത്ഥം. നിന്റെ നോക്കട്ടെ, എന്റെ കാണിച്ചു തരാം. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യും. എന്റെ ആയോ?
വന്നില്ല? സ്ക്രീൻ വന്നു. ഓക്കെ ശരി. സ്ക്രീൻ വന്നു. ഞാനിപ്പോ ഗൂഗിളിൽ പോയിട്ട് ഇന്ത്യ ബ്ലോഗിന്റെ പേര് അടിച്ചു നോക്കി. ആ അപ്പൊ അത് വരുന്നുണ്ട്. അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയല്ല. നിങ്ങൾ ഗൂഗിൾ എടുത്താൽ ആദ്യം google.com ആദ്യം എടുക്കുക. ഇത് google.com അല്ല, bing.com ആണ്. അതെല്ലേ. അവിടെ തന്നെ എടുത്ത മുകളിൽ google.com എടുക്കുക. സോറി. ഇപ്പൊ എടുക്കാം. ആദ്യം നിങ്ങൾ ഗൂഗിൾ എടുക്കാൻ പഠിക്കുക. അവിടെ മുകളിൽ സെർച്ച് ചെയ്യ്. സെർച്ച് ചെയ്തു. ടൈപ്പ് google.com. എന്റെ പൊന്നു, ഗൂഗിൾ പോലും എടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എങ്ങനെ google.com. ഇതാണ് ഗൂഗിൾ അല്ലേ? ഓക്കെ. നിങ്ങളുടെ ബ്ലോഗ് ഏതാ? അത് അവിടെ ടൈപ്പ് ചെയ്യുക. എന്താ വെബ്സൈറ്റിന്റെ പേര്? അങ്ങനെയല്ല. എന്താണ് വെബ്സൈറ്റിന്റെ പേര്? ബ്ലോഗിന്റെ പേരെന്താ? അത് അപ്പോളോ റെക്സൺ ആൻഡ് കാർപ്പറ്റ് ഹൗസ് തന്നെയാണ് പേര്. എന്റെ ഇതാ കണ്ടോ, ഈ ബ്ലോഗ്സ് ഫോണിലൊക്കെ വന്നിരുന്നു കേട്ടോ. ഇതല്ല, ഇതല്ല, പിന്നെ എന്താ പറയുക സാറേ? ഇതാണ് ഹൗസ് ബ്ലോഗ് സ്പോട്ട് കൊടുത്തേ. ബ്ലോഗ് സ്പോട്ട് അത് ഇൻഡെക്സ് ആയിട്ടില്ല കേട്ടോ. ഫോണിലൊക്കെ വന്നിരുന്നല്ലോ. അതല്ല, നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പേരെന്താ? അതന്നെ, അപ്പോളോ റെക്സൺ ആൻഡ് കാർപ്പറ്റ് ഹൗസ് തന്നെയാണ്. അങ്ങനെയല്ലാന്നേ. മനസ്സിലായി. ബ്ലോഗ് സ്പോട്ട് ഇല്ലേ? ആ അതെന്താണ് പേര്? നിങ്ങളുടെ ബ്ലോഗ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ? എനിക്ക് കാണണം ബ്ലോഗ്. ഓക്കെ ശരി. നിങ്ങൾ ലെഫ്റ്റ് താഴേക്ക് വരട്ടെ. അതാ പറഞ്ഞ, നിങ്ങൾക്ക് ബ്ലോഗ് പോലും എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും. നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ബ്ലോഗിന്റെ പേരൊന്ന് പറഞ്ഞേ. ഇതാ അപ്പോളോ ആ ആൻഡ് കാർപ്പറ്റ് ഹൗസ് .blogspot. അതാണ് വെബ്സൈറ്റിന്റെ പേര്, അല്ലാണ്ട് അപ്പോളോ റോക്സ് കാർപ്പറ്റ് ഹൗസ് എന്നല്ല പറയാ. ഓക്കെ. അതാണ് വെബ്സൈറ്റ്. ഇപ്പൊ എന്റെ സൈറ്റ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.com. നീതി അതാണ്. അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ടോ നോക്കാം. അത് ഞാൻ URL കോപ്പി ചെയ്യാൻ മോളിൽ നിന്ന്. ഇനി google.com എടുക്കുക. അത് ഗൂഗിൾ അല്ല, അത് bing.com ആണ്. ആദ്യം google.com എടുക്കാൻ പോലും നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ആർക്കും ഒരു സെർച്ച് എഞ്ചിൻ എടുക്കാൻ അറിയില്ല. സെർച്ച് എഞ്ചിൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതാണ് google.com. അവിടെ പോയി സെർച്ച് ചെയ്യുക, എന്റർ അടിക്കുക. ഇത് ഇൻഡെക്സ് ചെയ്തിട്ടില്ല, അത് കുറച്ച് സമയം എടുക്കും. ഇൻഡെക്സ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും മോളിൽ സെർച്ച് ചെയ്തിട്ടില്ല, അവിടെ പോയി www.internetlidstraining.com കൊടുത്തേ. തൊട്ട് മോളെ HTTPS എന്ന് കൊടുത്തിട്ടില്ലേ? അപ്പോളോ റെക്സ് കാർപ്പറ്റ് ബ്ലോഗ്. അത് മാറ്റ്, ഡിലീറ്റ് ചെയ്തേ. അത് മൊത്തം ഡിലീറ്റ് ചെയ്യ്. കളഞ്ഞു. എന്നിട്ട് www.internetlidstraining.com നോട് സ്പേസ് ഒന്നും ഇടരുത് കേട്ടോ. ഇന്റർനെറ്റ് ലീഡ്സ് സ്പേസ് ഇടരുന്ന് പറഞ്ഞിട്ടുള്ളത് ട്രെയിനിങ്.com. എന്റർ അടി. കണ്ട? അപ്പൊ നമ്മുടെ സൈറ്റിൽ താഴെ കാണിക്കണോ? ഇങ്ങനെ വന്നതിനർത്ഥം എന്റെ സൈറ്റ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടെന്നാണ്. താഴേക്ക് താത്ത ഒക്കെ എന്റെ സൈറ്റിന്റെ ആയിരിക്കും. താഴേക്ക് താത്ത് കണ്ടോ? കണ്ട്. എന്റെ സൈറ്റിൽ ഓരോ പേജസുകളാണ്. അതിന്റെ അർത്ഥം എന്താ? ഇൻഡെക്സ് ചെയ്തു. ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് വരൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇപ്പൊ നിങ്ങളുടെ ബ്ലോഗ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇൻഡെക്സ് ആയിട്ടുണ്ടാവാം. പക്ഷെ ഫോണിൽ നോക്കുമ്പോ വരുന്നുണ്ടല്ലോ, ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോ. ബ്ലോഗ് വന്നിട്ടുണ്ടായോ? അതാ വന്നിക്കണേ. അന്ന് അതിന്റെ സ്ക്രീൻ അന്ന് ഷെയർ ചെയ്ത് ഇവിടെ എനിക്ക് അതിന്റെ ഫോട്ടോ അയച്ചതേ. ഇനി ഫോണില് സ്ക്രീൻ ചെയ്യാൻ പറ്റുമോ? ഫോട്ടോ അയച്ചുതരുന്നുണ്ട്. ഓക്കെ. അതില് സാറിന്റെ മോന്റെ ഫേസ് കാണണ്ട. എന്റെ ഭാഷ അങ്ങനെയാണ്. അയച്ചിട്ടുണ്ട്. ശരി.
കണ്ടാ? ഇത് നിങ്ങളുടെ ഗൂഗിളിലല്ലോ, പിന്നെ ഇത് നിങ്ങൾ വെബ്സൈറ്റ് മൊബൈൽ ഓപ്പൺ ചെയ്തതാണ്. അങ്ങനെയാണല്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഡോണ്ട് വറി, ഇങ്ങനെയൊക്കെ പഠിക്കണം, നിങ്ങൾ ചെയ്ത് പഠിക്കുന്നല്ലോ. നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ മറ്റേത് വെബ്സൈറ്റ് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തു, ഇത് നിങ്ങളുടെ വെബ്സൈറ്റ് മൊബൈൽ ഓപ്പൺ ചെയ്തു. ഓക്കെ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വന്നിട്ടില്ല, ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യണം. ക്ലിയർ ആയോ? ക്ലിയർ ആയി. നിങ്ങളുടെ ബ്ലോഗ് ഒരാഴ്ച കഴിയുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടാവും. നല്ലതാണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ക്ലിയർ ആയി? അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക്, നിങ്ങൾ ഒരു പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കുറച്ച് കിട്ടുമ്പോഴാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് ഒന്നും മനസ്സിലായി നിങ്ങൾ എന്തെങ്കിലും ചോദിക്കോ? ഒന്നും ചോദിക്കില്ല. അപ്പൊ ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കുറച്ച് കോൺസെപ്റ്റുകൾ കിട്ടുന്നത് കൊണ്ടാണ്. അത് പോസിറ്റീവാണ്. നിങ്ങൾ ക്ലിയർ ആയി? അതുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിൽ എടുത്തു ചോദ്യങ്ങൾ ചോദിച്ചാൽ അതാണ് ചോദിക്കാൻ പറയുന്നത്. ഐഡിയ കിട്ടിയോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്ലയന്റ് വന്നിട്ട് SEO ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ശ്രുതി? അങ്ങനെ ചോദിച്ചാൽ എന്നാലും എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റോ? എന്താ ട്രൈ ചെയ്യാം. ഇനിഷ്യൽ റിപ്പോർട്ടൊക്കെ ഉണ്ട്, റാങ്കിങ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കാണിക്കാം. പിന്നെ ഓരോ പേജിനും ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ആക്കാൻ പറ്റില്ലേ? അതൊക്കെ അതാണ് ഞാൻ പേജിൽ കണ്ടന്റിൽ കീവേഡ് ഇടാൻ പറ്റോ? കണ്ടന്റില് കീവേഡ് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ ChatGPT വെച്ച് കണ്ടന്റ് ഇടണം. അപ്പൊ അത്ര ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ സൈറ്റിന് മാറ്റങ്ങൾ വരും. അതെ. വെബ്സൈറ്റിൽ കണ്ടന്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ നിക്കണോ? അങ്ങനെ മാറ്റണ്ട. വെബ്സൈറ്റിൽ ഒരു പ്രാവശ്യം കണ്ടന്റ് ഇട്ട കണ്ടന്റ് ഇസ് ഫൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ ഒരു ബ്ലോഗ് ഉണ്ടാക്കിയിടാം. ബ്ലോഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കാം. ഇപ്പൊ നിങ്ങളൊരു ബ്ലോഗ് ഉണ്ടാക്കിയല്ലോ, ഈ ബ്ലോഗിലും ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റുകൾ ഇടാം. പോസ്റ്റുകൾ ഇടാൻ പറ്റോ? ഇല്ല. കൺഫ്യൂഷൻ ആണോ? മനസ്സിലായി. ഓക്കെ. ഇതെല്ലാവരും ഒന്ന് നോക്കാം. ഇപ്പൊ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ച് ഒന്നും കൂടി നാളെ ചിന്തിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കുറേയും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ ഇതൊക്കെ കണ്ട് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ അടുത്ത ലെവലിൽ പോകും. അതായത് നിങ്ങളുടെ പറഞ്ഞ എത്രയോ മണിക്കൂറുകൾ ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾ അടുത്തടുത്ത ലെവലിൽ പോവുക. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ എല്ലാം ക്ലാരിറ്റി ഒക്കെ വരും, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ 4 മാസത്തിൽ തന്നെ നിങ്ങളൊരു എക്സ്പെർട്ടായിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാം. എക്സ്പെർട്ട്. ക്ലിയർ ആയോ? അപ്പൊ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുക. നാളെ നമുക്കിനി ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്. ഗൂഗിൾ ആഡ്സ്, സോഷ്യൽ മീഡിയ, ഡാറ്റ അനലിറ്റിക്സ്, വീഡിയോ എഡിറ്റിംഗ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ORM, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്, പേഴ്സണൽ ബ്രാൻഡിങ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അതൊക്കെ വെറുതെ കവർ ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് നോക്കാം, ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്നും കൂടി നോക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് നാളെ കാണാം. നാളെ കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ ആക്കി എടുക്കാം. ഓക്കെ, ശരി. ഓക്കെ സർ. താങ്ക് യു സർ.